എൻ്റെ പേര് മേരി ജെൻസി. ഞാൻ അരൂർ സെൻറ്റ് അഗസ്റ്റിൻ പള്ളി ഇടവക അംഗമാണ്. ഞാൻ ഒരു ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ വന്ന് സാക്ഷ്യം പറയാനിടയായത്. എൻ്റെ ഭർത്താവ് കോവിഡ് സമയത്ത് അവിടെ നിന്ന് ജോലി നിർത്തി പോരുകയുണ്ടായി. 2 കൊല്ലത്തോളം ഒരു ജോലിയുമില്ലാതെ വിഷമിച്ച് വീട്ടിൽ ഇങ്ങനെ ബുദ്ധിമുട്ട് സഹിച്ചിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഡെയിലി ഇപ്പോൾ അനുദിന കുർബാനക്കൊക്കെ പോകുമ്പോൾ കുറേ കരഞ്ഞൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. മാതാവേ ഒരു ജോലി കൊടുത്ത് അനുഗ്രഹിച്ചേക്കണേ ഈശോയെ എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ അങ്ങനെ കുറേ നാളുകൾ അങ്ങനെ തന്നെ പോയി. വലിയ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. ഇടയ്ക്കിടയ്ക്കൊക്കെ ചെറിയ ചെറിയ ജോലികളൊക്കെ കിട്ടും, അതൊക്കെ ചെയ്യും. പിന്നെ സാമ്പത്തിക സ്ഥിതി ഒരുപാട് മോശമായി. അപ്പോൾ ഞാൻ ഇങ്ങനെ കൃപാസന പത്രമൊക്കെ ഞങ്ങളുടെ പള്ളിയിലൊക്കെ എടുത്ത് വായിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വായിച്ചപ്പോഴേക്കും ഞാൻ ഇങ്ങനെ അതിൽ കണ്ടതാണ് ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്കണമെന്നൊക്കെ. അപ്പോൾ ഇതുവരെ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. അങ്ങനെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ചെയ്ത്. അപ്പോൾ ഒരു 11 മണിയോടുകൂടിയാണ് നവംബർ മാസത്തിൽ, ഡേറ്റ് ഞാൻ ഓർക്കുന്നില്ല, ഇങ്ങനെ ഇട്ട് മാതാവേ എത്രയും പെട്ടെന്ന് ഒരു ജോലി നൽകി അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ ഒരു റിക്വസ്റ്റ് ഇട്ട്. രാത്രിയോടെ എന്നും ആ മൈക്കിളെന്ന് പറയുന്ന ഒരു കൂട്ടുകാരനോട് സംസാരിക്കാറൊക്കെ ഉണ്ട്. പക്ഷേ അന്നത്തെ ദിവസം സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ നമുക്ക് ആ ചേട്ടനോട് ചോദിക്കാം ഒരു ജോലിക്ക്. ആ ചേട്ടനും ഇങ്ങനെ പുറത്തുനിന്ന് വന്നിട്ട് ഇവിടെ ഈ കുമ്പളത്തുള്ള ഒരു ഓഫീസിൽ ഒരു ജോലിക്ക് കയറിയതാണ്. അപ്പോൾ അവിടെ വല്ല ചാൻസ് ഉണ്ടാകുമെന്ന് ചോദിക്കാം എന്നിങ്ങനെ മാതാവ് പറയിപ്പിച്ചതായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നും അവരായിട്ട് എപ്പോഴും സംസാരിക്കുന്നതാണ്. പക്ഷേ അങ്ങനെയൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല. അപ്പോൾ അന്ന് തന്നെ ആ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ അന്ന് തന്നെ അങ്ങനെ ചോദിക്കാൻ തോന്നി. അങ്ങനെ ചോദിച്ചപ്പോൾ തന്നെ പറഞ്ഞ്, അയ്യോ ആൻ്റണിക്ക് അങ്ങനെ ഒരു ജോലി ആവശ്യമുണ്ടായിരുന്ന, എന്നാൽ പിന്നെ അത് നേരത്തെ ചോദിക്കാൻ പാടില്ലായിരുന്ന, നാളെ തന്നെ ആ ഓഫീസിലേക്ക് ഞാൻ പറഞ്ഞേക്കാം, നാളെ തന്നെ വന്നോ എന്ന് പറഞ്ഞ്. അങ്ങനെ അന്ന് പിറ്റേ ദിവസം തന്നെ ജോലി കിട്ടി ചെന്ന പ്രകാരം. അങ്ങനെ അവിടെ 1 മാസം നിന്നു. അങ്ങനെ അതിൽ വലിയ അനുഗ്രഹമായിട്ട് ആ 1 മാസത്തിന് ശേഷം സാബുചേട്ടൻ്റെ, ആൻ്റണി എന്നാണ് പേര്, വീട്ടിൽ വിളിക്കുന്നതാണ് സാബുചേട്ടൻ. അപ്പം ഹസ്ബൻഡിൻ്റെ ഒരു സാറ് ദുബായിൽ നിന്ന് വന്നേണ്. ആ സാറ് പറഞ്ഞ് നമുക്ക് ഞാൻ ജോയിൻ ചെയ്ത ഓഫീസിൽ തന്നെ സാബു വന്ന് ജോയിൻ ചെയ്യണമെന്നും പറഞ്ഞ് അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോയി. ഇപ്പോൾ വളരെ സമാധാനത്തോടുകൂടി ആ ജോലി ചെയ്ത് പോകുന്നു. പിന്നീടാണെങ്കിൽ ഞങ്ങൾക്ക് 2ാമത്തെ കുട്ടിയെ പ്രസവിച്ചതിന് ശേഷം എനിക്ക് മനുഷ്യർ ഭക്ഷണം കഴിക്കുന്ന പോലെ ഒരു ഭക്ഷണവും ഞാൻ കഴിച്ചിട്ടില്ല. എന്നും എനിക്ക് പൈൽസിൻ്റെ അസുഖമാണ് എന്ന് വിചാരിച്ചെന്നാലും എനിക്ക് ഇംഗ്ലീഷ് മരുന്നൊട്ടും കഴിക്കാനും പറ്റില്ല. ഒരു ഡോളോ പോലും കഴിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ എനിക്ക് തലറക്കം പോലെ തോന്നും, ഭയങ്കരമായിട്ട് ശരീരമൊക്കെ തളർന്നു പോകും. അങ്ങനെ മരുന്ന് പോലും മേടിക്കാൻ പറ്റില്ല. എന്നിട്ട് ഭക്ഷണമാണ് ഞാൻ ക്രമീകരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ ഒരുപാട് വർഷങ്ങളായി, ഉദ്ദേശം ഒരു 25 വർഷങ്ങളായിട്ടുണ്ട് ഞാനൊരു നല്ലൊരു ഭക്ഷണം കഴിച്ചിട്ട്. അങ്ങനെ ഞാൻ ആ ഭക്ഷണക്രമത്തിനോട്ട് ഞാൻ അങ്ങോട്ട് അഡ്ജസ്റ്റായി. എനിക്ക് പിന്നെ നല്ല ഭക്ഷണങ്ങളൊന്നും വേണമെന്ന് തന്നെ ഇല്ല. സാധാരണ പച്ചക്കറികളൊക്കെയാണ്. ആ പച്ചക്കറികളിലൊക്കെ തന്നെ ഒരു ചെറുതായിട്ടൊരു മുളകിൻ്റെ ഒരു അംശം കൂടുതലായിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബ്ലീഡിങ്ങൊക്കെ ആയിരിക്കും. അങ്ങനെ ഞാൻ ഇവിടെ ജനുവരി 2023 ജനുവരിയിൽ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട്, ഉടമ്പടി എടുത്ത് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതിന് ശേഷം പിന്നെ എനിക്ക് ആ രോഗം വന്നിട്ടില്ല. ജനുവരിയിൽ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ക്രിസ്മസിൻ്റെ പിന്നെ നോയമ്പ് കാലം വരുന്നല്ലോ.
അപ്പോൾ ജനുവരി 13 പിന്നെ ഇങ്ങോട്ട് ഞാൻ ഈ ഉടമ്പടി കാലയളവ് മുഴുവനും ഞാൻ നോയമ്പിൽ തന്നെയായിരുന്നു. 1 വർഷത്തോളം ഞാൻ നോയമ്പിൽ തന്നെയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഈസ്റ്ററൊക്കെ വന്നപ്പോഴേക്കും ഞാൻ ഭക്ഷണം ഈ ഇറച്ചി പോലുള്ള വസ്തുക്കളൊക്കെ കഴിക്കാൻ തുടങ്ങിയപ്പോഴേക്കും യാതൊരു കംപ്ലൈൻറ്റും ഇല്ല, വയറുവേദനയില്ല, ബ്ലീഡിങ് ഇല്ല. ഇന്നിപ്പോൾ ഞാൻ ഇറച്ചികളും എല്ലാം ഞാൻ കഴിക്കുന്നുണ്ട്, യാതൊരു കുഴപ്പവുമില്ല. ഇതിനിടയ്ക്ക് ഞാൻ പണ്ടൊക്കെ ഞാൻ ഡിവൈനിലൊക്കെ പോയി ധ്യാനം കൂടിയിട്ടുണ്ട്. ആ കൃപയിലായിരിക്കുന്ന സമയത്തൊക്കെ എനിക്ക് കുറച്ച് ആശ്വാസമൊക്കെ കിട്ടുമെങ്കിലും പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എനിക്കിങ്ങനെ ഈ പൈൽസിൻ്റെ അസുഖമാണെങ്കിലും തലവേദന, പിന്നെ പനി, എപ്പോഴും എനിക്ക് അസുഖങ്ങളായിരിക്കും. ഇപ്പോൾ 1 വർഷവും 6 മാസത്തിലധികമായിട്ട് ഞാൻ ഹോമിയോ മരുന്ന് ഉപയോഗിച്ചിട്ടില്ല. ഉടമ്പടി വസ്തുക്കളായിട്ടുള്ള ഉപ്പും നമ്മുടെ ഉടമ്പടി തൈലവും കാശുരൂപം വെച്ചുള്ള പ്രാർത്ഥനയും വഴിയാണ് ഇതെല്ലാം എനിക്ക് സാധ്യമായത്. പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ പെങ്ങൾക്ക് സാമ്പത്തിക സ്ഥിതിയൊക്കെ ഇത്തിരി മോശമായിരുന്നു, 2 പേർക്കും. അപ്പം ഞാൻ അവരുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ മെച്ചപ്പെടാൻ വേണ്ടി ഞാൻ യോഗങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ മൂത്ത പെങ്ങളുടെ മകന് ഇപ്പോൾ ഷിപ്പിൽ ജോലി കിട്ടി. അത് ലൈറ്റ് ക്യാൻഡിൽ റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനിപ്പോൾ നല്ല ശമ്പളത്തിൽ ഒരു ജോലി കിട്ടി. അതും മാതാവ് തന്നാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. രണ്ടാമത്തെ പെങ്ങൾക്ക് ഇതുപോലെ തന്നെ ഒരു വെളിച്ചെണ്ണ മില്ലിൽ ജോലിക്ക് പോകുന്ന കുട്ടിയാണ്. ഒരു ദിവസം വള ആ മില്ലിൽ മെഷീനിൽ കുടുങ്ങിയിട്ട് കൈ പിരിഞ്ഞൊടിഞ്ഞു പോയി, മുട്ടിന് മേൽപോട്ടും മുട്ടിന് കീഴ്പോട്ടുമായിട്ട്. എന്നിട്ട് ഇവിടെ ഒന്നും എടുത്തില്ല, കോട്ടയം മെഡിക്കൽ കോളേജിലാണ് എടുത്തത്. പിന്നെ ഞാൻ വേറെ ആർക്കും പോയി നിന്ന് നോക്കാനുള്ള സാഹചര്യമൊന്നുമില്ല, എനിക്ക് മാത്രമേ നോക്കാൻ പറ്റുള്ളൂ. ഞാനങ്ങനെ പോയി, എനിക്കങ്ങനെ വലിയ ധൈര്യമൊന്നുമില്ല. ഞാൻ ആദ്യമായിട്ടാണ് കോട്ടയത്ത് കാണുന്നത് തന്നെ. അങ്ങനെ ആ വലിയ ആസ്പത്രിയിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഉടമ്പടി കാശുരൂപവും തൈലവും ഉപ്പും ഒക്കെ എൻ്റെ അടുത്തുണ്ട്. നെഗറ്റീവ് ഗ്രൂപ്പ് രക്തം 3 പേര് കൊടുക്കണം. 3 പേര് കൊടുത്താൽ ഓപ്പറേഷനൊക്കെ നടത്തുള്ളൂ എന്ന് ആദ്യമേ പറഞ്ഞു. 3 പേരുമായിട്ട് ഒരാളെ തന്നെ ഒപ്പിക്കാൻ പറ്റൂലല്ലോ ദൈവമേ എന്നൊക്കെ വിചാരിച്ച് അവിടെ ഇരുന്ന് ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവിടെ അഡ്മിറ്റായവരിൽ തന്നെ പലരെയും പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ നിന്ന്. അപ്പം ഞാനും വിചാരിച്ചു ദൈവമേ ഞങ്ങളെയും പറഞ്ഞു വിട്ട് കഴിഞ്ഞെന്നാൽ എങ്ങനെ ഈ ഓപ്പറേഷൻ പുറത്ത് പ്രൈവറ്റിലൊക്കെ കൊണ്ടുപോയി നടത്തും. എൻ്റെ ഭർത്താവിനാണെങ്കിൽ വഞ്ചിയിലൊക്കെ പോണ ജോലിയാണ്. ഇപ്പം അതിനും ജോലിയൊന്നുമില്ല, നമ്മളതിനെ ചെയ്യാൻ വേണമല്ലോ എന്നൊക്കെ ഇങ്ങനെ ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ 6-ാം തീയതി അഡ്മിറ്റായിട്ട് 12-ാം തീയതി അതിനിടക്ക് ഹൈ ബീഡനും പിന്നെ ഇടതുപക്ഷത്തിൻ്റെ ആളുകളൊക്കെ നമ്മളറിയാത്ത ആൾക്കാർ വഴിയൊക്കെ റെക്കമെൻഡേഷനൊക്കെ ചെയ്തതൊക്കെ ഭയങ്കര അത്ഭുതമായിരുന്നു. ഒരു രാഷ്ട്രീയക്കാരെയും ഒരാളെ പോലും പരിചയമില്ല. പക്ഷേ എങ്ങനെയൊക്കെ അവരെയൊക്കെ വന്ന് നമുക്ക് ഇങ്ങനെ പറയുകയുണ്ടായി. അതൊക്കെ മാതാവ് പറയിപ്പിച്ചത് തന്നെയാണ്. അങ്ങനെ അവിടെ നിന്ന് ആ ഓപ്പറേഷനൊക്കെ ചെയ്ത് കിട്ടി. 12-ാം തീയതി അവിടെ നിന്ന് ഓപ്പറേഷൻ ചെയ്തു. 2 ദിവസത്തിന് ശേഷം അവിടെ നിന്ന് പോന്നു. വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വീട്ടിൽ വന്ന് 2 മാസത്തിന് ശേഷം ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ച് ഇവിടെ നിന്ന്. അപ്പോൾ ആ കൈ ആണെങ്കിൽ പൊങ്ങുന്നില്ലായിരുന്നു, ഒട്ടും പൊങ്ങൂല, തള്ളവരെല്ലാം അനങ്ങിയുമില്ലായിരുന്നു. 10-60 സ്റ്റിച്ചിന് മേലുള്ള കൈ ആയതുകൊണ്ടാവാം പെട്ടെന്ന് ആ 2 മാസത്തോളം കൈ ഒട്ടും ഉയർത്താൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുപ്പിച്ച് പുറത്തോട്ട് പോയി കഴിഞ്ഞതിന് ശേഷം ഒരു ബസ് കുറച്ച് നീക്കിയാണ് അങ്ങോട്ട് നിർത്തിയത്. ഞാനും നാത്തൂനും കൂടെ ഓടി ആ ബസ്സിൽ കയറി. അറിയാതെ ആ കൈ പൊങ്ങി. ബസ്സിൽ കയറിയപ്പോൾ തന്നെ അറിയാതെ തന്നെ കൈ പൊങ്ങി. അങ്ങനെ കുറേ ദൂരം അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴാണ് ഓർക്കണം, അയ്യോ ഇതെൻ്റെ ഓപ്പറേഷൻ ചെയ്ത കൈയാണല്ലോ ചേച്ചി, ഇത് പൊങ്ങിയല്ല എന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട്
ഇവിടെ വെച്ച് നിയോഗങ്ങളൊക്കെ എഴുതിയത് ഞാൻ തന്നെയായിരുന്നു. തള്ളവിരൽ പിടിച്ച് പേന പിടിച്ച് എഴുതാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് പിന്നെ ഞാൻ വീട്ടിൽ ചെന്ന് ഒരു പേന എടുത്തു കൊടുത്തു, ഒരു ബുക്ക് എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു, ഈ സുവിശേഷ വചനങ്ങളൊക്കെ നമുക്ക് ഇതിനകത്തോട്ട് എഴുതി നോക്കാമെന്ന് പറഞ്ഞ്. പുള്ളിക്കാരത്തി ഒരുപാട് മടിച്ച്, കൈ ഒട്ടും അനങ്ങണില്ലല്ലോ. എന്തായാലും ഞാൻ ഇങ്ങനെ പറഞ്ഞ് പേന പിടിപ്പിച്ച് എഴുതി വന്നപ്പോഴേക്കും ഇവിടെ നിന്ന് തന്ന വചനങ്ങളെല്ലാം ആ ബുക്കിൽ നന്നായിട്ട് എഴുതിയെടുക്കാൻ സാധിച്ചു. പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോയി. ഇപ്പോൾ വീണ്ടും ജോലിക്ക് പോയി തുടങ്ങി. പിന്നെ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൊക്കെ ഞാൻ എൻ്റെ ഒരു 3 നിയോഗങ്ങളൊക്കെ വെച്ചതിന് ശേഷം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൊക്കെ ഞാൻ നിയോഗങ്ങൾ വെക്കാറുണ്ടായിരുന്നു. ആ നിയോഗങ്ങളെല്ലാം തന്നെ സാധിച്ചു കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറേ പേരൊക്കെ എന്നോട് പറയും ജോലി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നവരുടെ പേരൊക്കെ ഞാനൊരു ബോക്സിൽ എല്ലാവരുടെയും പേരൊക്കെ എടുത്ത് എഴുതി വെച്ചിട്ട് ഉടമ്പടി കാശുരൂപം വെച്ച് അതിൻ്റെ പുറത്ത് കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് 2-3 പേർക്ക് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ജോലി കിട്ടിയിട്ടുണ്ട്. അല്ലാതെ കാരുണ്യ പ്രവൃത്തികളൊക്കെ ചെയ്യാൻ വളരെ താല്പര്യത്തോടുകൂടി ഞാൻ ചെയ്യാറുണ്ട്. ഞങ്ങൾ മാതാവ് തന്നെ ഓരോരുത്തരെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി തരും. കരൾ രോഗമുള്ളവർക്കും പിന്നെ MRI സ്കാൻ ചെയ്യാനൊക്കെ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് കിടന്നാൽ ഉറക്കം വരില്ല. അത് അവരെങ്ങനെ ഇങ്ങനെ സഹായിക്കണം എന്നുള്ളൊരു ചിന്തയോടുകൂടി ഇപ്പോഴത്തെ കയ്യിൽ പൈസ ഇല്ലെങ്കിലും മറ്റുള്ളവരെയൊക്കെ മറ്റുള്ളവരുടെ അടുത്തു നിന്നൊക്കെ കളക്ട് ചെയ്തിട്ടാണെങ്കിലും ആ പൈസ അവിടെ എത്തിച്ച് കൊടുക്കും. പിന്നെ ഞങ്ങളുടെ പത്രമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിലൊക്കെ പോയ സമയത്ത് അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുത്ത് രോഗികളുടെ അടുത്തൊക്കെ ചെന്നിരുന്ന് ഈ ഉടമ്പടി തൈലം കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പിന്നെ പള്ളിയിൽ ആൾക്കാർ ഉപേക്ഷിച്ചൊക്കെ കൊണ്ടുവന്ന് വെച്ച പോലെ ഇരിക്കും പത്രം. അപ്പോൾ ഡെയിലി അതിൻ്റെ അകത്തുനിന്ന് എപ്പോഴും ഒരു 6 പേപ്പർ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരുമ്പോഴും അങ്ങോട്ട് പോകുമ്പോഴും കയ്യിലെപ്പോഴും ഞാൻ പത്രം കയ്യിൽ പിടിക്കും. എന്നിട്ട് അത് പ്രാർത്ഥിച്ചുകൊണ്ട് ഇറങ്ങും, മാതാവേ ഇത് യോഗ്യമായ കൈകളിൽ ഏൽപ്പിക്കാൻ എന്നെ സഹായിക്കണേന്ന്. അപ്പോൾ ശരിക്കും അത് യോഗ്യതയുള്ള കയ്യിലൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ പോകും. അവിടുത്തെ 1-2 പ്രാവശ്യം പോയി. അപ്പോൾ അവിടെ ഞാൻ ചെല്ലുന്ന സമയത്ത് എനിക്ക് അവർ രാവിലത്തെ ഫുഡ് കഴിഞ്ഞിട്ട് ഈ മരുന്നൊക്കെ കഴിച്ച് ഉറങ്ങണ സമയമായിരിക്കും. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ അവരുടെ ഹോള് ഒക്കെ അടിച്ച് തുടച്ചൊക്കെ ഇട്ട് കൊടുക്കും. പിന്നെ ചെറിയ സാമ്പത്തിക സഹായങ്ങളൊക്കെ അവിടെ കൊടുക്കാറുണ്ട്. രക്ഷിക്കാനാവാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകി പോയിട്ടില്ല. കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം ഭവിച്ചിട്ടില്ല. തിരുവചനം അരുളി ചെയ്യുന്നത് പോലെ നമ്മുടെ ജീവിത അവസ്ഥകളിലേക്ക് ഉടമ്പടി നമ്മെ എങ്ങനെയാണ് അനുഗ്രഹങ്ങൾ നൽകി കൃപകൾ നൽകി നമ്മളെ സമ്പന്നരാക്കുന്നത്. കർത്താവിൻ്റെ നമ്മുടെ കൂടെയുള്ള സാന്നിധ്യം കൂടുതൽ ഉറപ്പുവരുത്തുന്ന, നമ്മുടെ തന്നെ ജീവിതത്തെ വിശുദ്ധീകരിച്ചുകൊണ്ടാണ് ആ സാന്നിധ്യം ഉറപ്പുവരുത്തുന്നത്. അതാണ് അനുഭവസാക്ഷ്യങ്ങളിലൂടെ വ്യക്തമാവുക. അതായത് കാരുണ്യ പ്രവൃത്തികൾ, പ്രേക്ഷിത പ്രവർത്തനം, അതുപോലെ പ്രാർത്ഥനാ ജീവിതത്തിലൊക്കെ വരുന്ന തീഷ്ണത, വിശുദ്ധ കുർബാനയോടുള്ള പ്രത്യേകമായിട്ടുള്ള ഭക്തി, ഇതൊക്കെ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ ജീവിതത്തിൽ വളരുകയാണ്, വർദ്ധിക്കുകയാണ്. അങ്ങനെ ആ ഒരു സ്നേഹത്തിലാണ്, ദൈവസ്നേഹത്തിലാണ് നാം വയ്ക്കുന്ന നിയോഗങ്ങൾ, അതുപോലെ നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതിലൊക്കെ മാറ്റം സംഭവിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി താൻ പ്രാർത്ഥിക്കുമ്പോഴും അവർക്കൊക്കെ എങ്ങനെയാണ് കൃപകൾ ലഭിക്കുന്നത്. ജോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ 42 ജോബിൻ്റെ പുസ്തകം 42 നാം വായിക്കുന്നുണ്ട്. ജോബിൻ്റെ നഷ്ടപ്പെട്ടു പോയ എല്ലാ ഐശ്വര്യങ്ങളും 10 മടങ്ങായിട്ട് ജോബിന് ലഭിക്കുന്നു എന്നാണ്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ നിയോഗങ്ങളും നമുക്ക് വേണ്ടി മാത്രമാകാതെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും കൂടിയാകണം. അതുപോലെ തന്നെ കുടുംബത്തോടൊന്നിച്ചുള്ള ഒരു ജീവിതവും, കുടുംബത്തിലെ വ്യക്തികൾക്ക് വേണ്ടിയിട്ട് കൂടി അവരെ ശുശ്രൂഷിക്കുവാനും അവർക്ക് വേണ്ടിയിട്ടും കൂടി ത്യാഗങ്ങൾ സഹിക്കുവാനും
അവരെ സ്വന്തം പോലെ കാണുവാനുമുള്ള ഒരു മനസ്സും, ഇതുമെല്ലാം ഉടമ്പടിയുടെ ഒരു ഭാഗം തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വിശുദ്ധിയോടുകൂടെ ജീവിച്ച് ഉടമ്പടി ജീവിതം വിശ്വസ്തരായി നയിക്കാം. അങ്ങനെ കൃപകൾ നേടി നമുക്കും സാക്ഷ്യം പറയുന്നവരാകാം. കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.